ശ്രീ അടൂർ പ്രകാശ്, വിവരങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ കൈവശമുള്ളത്? ഞാന് അവിടെ സ്ഥലത്തില്ല. ഞാനിപ്പോ ഡൽഹിയിലാണ്. നാളെ നടക്കുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ എത്തിയതാണ്. ഇപ്പോ വാർത്ത കണ്ടാണ് ഞാനും ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നത്. വാർത്തയിലൂടെ ഈ 23 വയസ്സുള്ള അഫ്വാൻ ഏതാണ്ട് 6 പേരെ കൊലപ്പെടുത്തി എന്നാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇത് ഒരു ദാരുണമായ ഒരു സംഭവമാണ്. എന്താണ് ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരവും ഇപ്പൊ തൽക്കാലം കിട്ടുന്നില്ല. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ അതിന് പ്രതികരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഇതുപോലെ ഒരു ഹീനമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇത് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടാണോ എന്ന് ഞാനൊരു സംശയം ഉന്നയിക്കുകയാണ്. ഞാൻ ആ സംശയം മാത്രമേ പറയുന്നുള്ളൂ. പണ്ടും അവിടെ പല കൊലപാതകങ്ങളും ഇതിന് നടന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ കൊലപാതകത്തിൽ ആക്കാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിൽ, എന്നെ കൂടി പ്രതിയാക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായി അതിന് പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അവസാനം പ്രതിയായ ഒരു സംഭവം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നു കാണും എന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ഈ സംഭവം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, നടപടി സ്വീകരിച്ചു ഒരാളിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിൽ ഉപരി ഇതിന്റെ കാര്യകാരണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഉറപ്പായും അടൂർ പ്രകാശ് MP അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ വാർത്തയിൽ നിന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലം, അദ്ദേഹം ആറ്റിങ്ങലിനെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാംഗമാണ്. അദ്ദേഹത്തിന് ആ വിവരങ്ങൾ ഒരുപക്ഷെ അധികം വൈകാതെ ലഭിച്ചേക്കും. ഏതായാലും ഇത് മയക്കുമരുന്നിന് അടിമയായ ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ഹീനമായ കൊലപാതകമാണോ എന്ന സംശയമാണ് അടൂർ പ്രകാശ് MP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാവുന്ന മറ്റു വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ കൈവശം ലഭിച്ചിട്ടുമില്ല.